ഇത്തരം ആളുകൾക്ക് അള്ളാഹു അവരുടെ തിന്മകൾ നന്മയുടെ ഭാഗത്തേക്ക് ആഡ് ചെയ്യും. അങ്ങനെ അവർ സ്വർഗത്തിലേക്ക് പോകും, അതിവിശാലമായ സ്വർഗത്തിലേക്ക്. ഈ ആയത്ത് കേട്ടിട്ടാണ് അംർ ബിനുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു ഉഹുദിൻ്റെ രണാങ്കളത്തിൽ ക്ഷീണിച്ചപ്പോൾ തിന്നാന്ന് കരുതിയെടുത്ത കാരക്കച്ചീളുകൾ വലിച്ചെറിയുന്നത്. സാരി ഓടി വരും എന്നാണ് ഖുർആൻ പറയുന്നത്. അല്ലാഹുവിൻ്റെ റസൂൽ ഉറക്കോതാണ്, സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, ഓടി വരാനാണ് പറയണേ. അപ്പോൾ ഈ കാരക്ക തിന്നിട്ട് ടൈം കളയാൻ പറ്റൂല, മൊബൈൽ ഫോണിൽ അഡിക്റ്റ് ആയിട്ട് ടൈം കളയാൻ പറ്റൂല, കള്ള് കുടിച്ചിട്ട് ബോധം കെട്ടിട്ട് ടൈം കളയാൻ പറ്റൂല. അംർ ബിനുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു 60-ാമത്തെ വയസ്സിലാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ജന്മന വലത് കാലിന് സ്വാധീനമല്ലായിരുന്നു, ഇടത് കാലിൽ കൊക്കിച്ചാടിയാണ് മരിക്കുക, നടക്കൽ. മനാത്തയുടെ ഫാനായിരുന്നു. ഈ മനാത്തക്ക് ആരാധന അർപ്പിക്കുന്നതിനിടയിൽ തൻ്റെ 3 മക്കളും ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അവർ വാപ്പാനെ കുറേ പറയുന്നുണ്ട്, ഇത് ശരിയല്ല ശരിയല്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ തലയിൽ അപ്പോഴൊന്നും ലേറ്റ് അടിച്ചില്ല. മക്കൾ നന്നായാൽ വാപ്പ നന്നാകുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലെത്തി ഇസ്ലാമിലേക്ക് കടന്നു വന്നു. പിറ്റത്തെ വർഷം ഹിജ്റ 2-ാം വർഷത്തിൽ ബദറിൻ്റെ വിളിയാളം ഉയർന്നു. ഇതുവരെയും 10-60 വർഷം മനാത്തയെ പൂജിച്ചതിൻ്റെ പ്രതികരണം അദ്ദേഹത്തെ വല്ലാതെ അലോസരപ്പെടുത്തി. ഇന്നത് തീർക്കണം എന്ന് കരുതിയിട്ട് അള്ളാഹിൻ്റെ റസൂലിൻ്റെ മുന്നിലെത്തി യുദ്ധത്തിന് പോകാൻ സമ്മതം ചോദിച്ചിട്ട് മക്കൾ 3 പേരും പ്രതിരോധിച്ച് നബിയുടെ മുന്നിൽ നിന്നു. ഞങ്ങൾ 3 ആൾ യുദ്ധത്തിനുമുണ്ട്, വാപ്പ വൃദ്ധനാണ്, ജന്മന അംഗവൈകല്യമുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ സമ്മതം കൊടുക്കരുത്. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് മടങ്ങാൻ വേണ്ടി അദ്ദേഹത്തോട് കൽപ്പിക്കുന്നു. ദുഃഖപൂർവ്വം അദ്ദേഹം മടങ്ങിപ്പോകുന്നു. കൃത്യം 1 വർഷം കഴിഞ്ഞപ്പോൾ ഉഹുദിൻ്റെ വിളിയാളം ഉയർന്നു. പിന്നെയും ചെന്നു, മക്കൾ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് പോകാൻ വേണ്ടി അദ്ദേഹത്തോട് കൽപ്പിക്കുകയും ചെയ്തു. അസമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മഹാനുഭാവൻ പറഞ്ഞു, ഇന്നി ലഅജിദു റീഹൽ ജന്നത്തി മിൻ വറാഇ ഉഹുദ്, ഉഹുദ് മലയ്ക്ക് അപ്പുറത്തുനിന്ന് സ്വർഗത്തിൻ്റെ വാസന വരുന്നു റസൂലേ, എന്നെ സമ്മതിക്കണം. മുത്തറസൂലിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി, പോവാൻ പറഞ്ഞു. അങ്ങനെയാണ് ധീരമായി പോരാടി ക്ഷീണിച്ചിരിക്കുമ്പോൾ തൻ്റെ മടിക്കുത്തിലുള്ള കാരക്ക കഷ്ണം തിന്നാന്ന് മഹാനുഭാവൻ വിചാരിക്കണത്. അപ്പോഴേ ആ മുത്തറസൂൽ ഈ ആയത്തുറക്ക ഓതിക്കൊണ്ടിരിക്കുന്നത്. ഇനി കാത്തു നിൽക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് ആ കാരക്കയുടെ കഷ്ണങ്ങൾ ഉഹുദിൻ്റെ രണാങ്കളത്തിൽ ഉപേക്ഷിച്ച് അദ്ദേഹം പരിമളമടിച്ചു വീശിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തിന് വേണ്ടി വീണ്ടും ഇറങ്ങുന്നത്. ഉജ്ജ്വലമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉഹുദിൻ്റെ ജീവിതം. ഒരു കൈ വെട്ടേറ്റ് തൂങ്ങി ചാടുമ്പോൾ അതിങ്ങനെ മുന്നിക്ക് വരും, കാരണം തൊലിയിലെ കിടക്കണേ, ബാലൻസ് കിട്ടൂല. അദ്ദേഹത്തിന് മുന്നിലേക്ക് ആയാൻ കഴിയൂല, ഈ സാധനം ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ട് മുമ്പിലുണ്ടാകും. അദ്ദേഹം നിലത്തിരുന്നു, ബാലൻസ് തെറ്റിക്കിടക്കുന്ന കൈ നിലത്തിങ്ങനെ കടന്നു. അദ്ദേഹത്തിന് ആഫിയത്തുള്ള ഇടതേ കാല് കൊണ്ട് ചാടി അതിൻ്റെ മേലെ ഇരുന്നു അദ്ദേഹം. എന്നിട്ട് ഒരൊറ്റ എഴുന്നേൽക്കൽ, ഷോൾഡറിൽ നിന്ന് അത് കീറി നിലത്ത് വീണു. ആ ശല്യം തീർന്നു. നമ്മളെപ്പോലെ മോഹങ്ങളും വിചാരങ്ങളും മജ്ജയും മാംസവും ഉള്ളൊരു മനുഷ്യൻ, തൻ്റെ മാതാവിൻ്റെ അടിസ്ഥാന വീട്ടിലേക്ക് പോകണമെന്ന മോഹം കൊണ്ട് ജീവിച്ചൊരു മനുഷ്യൻ. ആ യുദ്ധത്തിൽ തന്നെ മഹാനുഭാവൻ സ്വർഗത്തിൻ്റെ പരിമളം ആസ്വദിച്ച് മരണപ്പെടുന്നു, രക്തസാക്ഷിയാകുന്നു. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ആൽ ഇംറാന്റെ തന്നെ 103-ാമത്തെ വാക്യം എന്താണ്? ദീർഘമായൊരു സൂക്തം. അതിൻ്റെ അവസാനം കുന്തും ശഫാഉ ഫരിം മിനന്നാരി ഫഅൻഖദകും മിൻഹാ, നിങ്ങൾ നരകത്തിൻ്റെ ആ വക്കിലെത്തിയിരുന്നു, അടുത്ത സ്റ്റെപ്പ് നരകത്തിലേക്ക് വീണു പോകുമായിരുന്നു. ഫഅൻഖദകും മിൻഹാ, നിങ്ങൾ അതിൽ നിന്ന് ഞാൻ രക്ഷിച്ചെടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് വിശദീകരിക്കുന്നുണ്ട്. ഇഴാമ്പാറ്റകൾ തീയിലേക്കെന്ന വിധം മനുഷ്യർ നരകത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുക. ഞാൻ അവരുടെ ഊരക്കെട്ടിന് പിടിച്ച് രക്ഷപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. കയ്യിനും കാലിനൊക്കെ പിടിച്ചാൽ ചിലപ്പോൾ ബാലൻസ് തെറ്റി വീണു പോകും. അതില്ലാതിരിക്കാൻ രാവും പകലും ഇല്ലാതെ അവരെ ഞാൻ രക്ഷപ്പെടുത്തി. ഇങ്ങനെ കഠിനാധ്വാനം ചെയ്ത് ഉറക്കും മൂണും ഉപേക്ഷിച്ച് ഈ മനുഷ്യരെല്ലാവരും സ്വർഗം പ്രാപിക്കണമെന്ന വിചാരത്തോടുകൂടെ അങ്ങ് അധ്വാനിച്ചാൽ അങ്ങയുടെ ശരീരം നശിച്ചു പോകൂലേ റസൂലേ എന്ന് സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്. ഇന്നമാ അലൈക്കൽ ബലാഗ്, അങ്ങ് എത്തിച്ചു കൊടുത്താൽ മതി, വഅലൈനൽ ഹിസാബ്. അവരൊന്നും ഇത് സ്വീകരിക്കാത്തതിന് വല്ലാതെ വിഷമിക്കേണ്ട, ഞാൻ കണക്കെടുത്തോളെന്ന് പറയുന്നുണ്ട്.
സൂറത്ത് യൂനുസിന്റെ 92-ാമത്തെ വചനം പരിശോധിക്കുക. ലൗ ശാഅ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ അഫഅൻത തുക്രിഹുൻ നാസ ഹത്താ യകൂനു മുഅ്മിനീൻ. അല്ലാഹു ഉദ്ദേശിച്ചാൽ എല്ലാവരും മുഅ്മിനീങ്ങളാകും. പിന്നെ അങ്ങ് ഇവരെല്ലാവരും ഇസ്ലാമിലേക്ക് എത്തണം എന്നും പറഞ്ഞ് കഠിനമായി അധ്വാനിച്ച് നിർബന്ധം പിടിച്ച് വാശി പിടിച്ച് ശരീരം നശിപ്പിക്കണമെന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ഈ നരകാഗ്നിയുടെ അടുത്തു നമ്മൾ എത്താതിരിക്കാൻ വേണ്ടി അവിടുന്ന് എങ്ങനെ ജീവിക്കണമെന്ന് കൃത്യമായി പഠിപ്പിച്ചു തരുന്നു. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകത വിശദീകരിക്കുമ്പോൾ സൂറത്തുൽ അഅറാഫിൻ്റെ 156-7 വചനങ്ങളിൽ നമ്മൾ കാണുന്നത്. യുഹില്ലു ലഹുമുത് ത്വയ്യിബാത്ത്, നന്മ നമുക്ക് അനുവദിച്ചു തന്നു മഹാൻ. വയുഹർരിമു അലൈഹിമുൽ ഖബാഇസ്, വൃത്തികേടുകൾ അല്ലാഹുവിൻ്റെ റസൂൽ നമ്മിൽ നിന്ന് വിരോധിച്ചു. യളഉ അൻഹും ഇസ്റഹും വൽ അഗ്ലാൽ അല്ലദീ കാനത് അലൈഹിം, അവരെ ബന്ധിച്ചിരുന്ന ചങ്ങലക്കെട്ടുകൾ അല്ലാഹുവിൻ്റെ റസൂൽ മോചിപ്പിക്കുന്നു, അത് തകർത്തെറിയുന്നു. അതുകൊണ്ടാണ് അവിടുന്ന് കാരുണ്യത്തിൻ്റെ പ്രവാചകനാവുന്നത്. അതുകൊണ്ടാണ് സൂറത്ത് തൗബയുടെ അവസാനത്തെ 2 വചനങ്ങളിൽ 128-29 അള്ളാഹിൻ്റെ റസൂലിനെ കുറിച്ച് റഊഫ് റഹീം എന്ന് പ്രയോഗിക്കുന്നത്. അത്രമേൽ കാരുണ്യം, അത്രമേൽ കാരുണ്യം. അതുകൊണ്ടാണ് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിൻ്റെ മൊത്തം കാരുണ്യമാണെന്ന്, റഹ്മത്തുല്ലിൽ ആലമീനാണെന്ന് സൂറത്തുൽ അംബിയാന്റെ 107-ാമത്തെ വാക്യത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. റഹ്മത്തുല്ലിൽ ആലമീൻ, ലോകത്തിൻ്റെ മൊത്തം കാരുണ്യം. നമ്മൾ സ്വർഗത്തിലേക്ക് എത്തണമെന്ന് കരുതി അള്ളാഹുവിൻ്റെ ദൂതർ വളരെ സുതാര്യമായൊരു മാർഗം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതാണ് പടച്ച റബ്ബിനെ അംഗീകരിച്ച് ജീവിക്കുക എന്നുള്ളത്. റബ്ബിന് വിരുദ്ധമാകുന്ന എല്ലാ സംഗതികളിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളത്. പുതിയ കാലത്ത് വലിയ പ്രശ്നത്തിലാണ് നമ്മളൊക്കെ മുന്നോട്ട് പോണത്, അറിയാം. നമ്മുടെ സമൂഹം മൊത്തം അബദ്ധചലനം നടത്തിക്കൊണ്ടിരിക്കുന്നു. കാര്യബോധമില്ലാത്തൊരു തലമുറ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ലിബറലിസമൊക്കെ മൂത്ത് പോന്നിട്ട് ഇപ്പം അതിൻ്റെയൊക്കെ അപ്പുറത്ത് നമ്മുടെ ടീം ചെറുപ്പക്കാർ പൊതുവെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന കുറേ സംഗതികളൊക്കെ ഉണ്ട്. കുറേ സംഗതികളുണ്ട്. ഡിക്ക് എന്നാണ് ഇപ്പം അതിൻ്റെ പുതിയ പേര്. ഡിങ്ക് അല്ല ഡിങ്ക്. എന്താ ഡിങ്ക് പറഞ്ഞാൽ? ഡബിൾ ഇൻകം. അതാണ് ഡബിൾ ഇൻകം. ഇരട്ടി വരുമാനം കിട്ടണം. പക്ഷേ നോ കിഡ്, കുട്ടികൾ പാടില്ല, ഭാര്യ പാടില്ല, ബന്ധനങ്ങളും പാടില്ല. അടിച്ചു പൊളിച്ച് ജീവിക്കണം. കുറച്ച് പൈസ പോരാ, അത് ഇരട്ടി എന്നൊക്കെ പറഞ്ഞ ഒരു പ്രതീകമാണ്. എത്രയേ ഇരട്ടി കിട്ടണം അത്രക്ക് കിട്ടണം. അതിനുവേണ്ടി ഏതൊക്കെ വൃത്തികെട്ട മാർഗങ്ങളുണ്ടോ അതെല്ലാം അനുഷ്ഠിക്കാം. നല്ല വീട്ടിൽ ജനിച്ച് നല്ല വീട്ടിൽ വളർന്ന ഒരു 6-7 സ്ത്രീകളെ ഒന്നിച്ചാണ് കോഴിക്കോട് അങ്ങാടിയിൽ നിന്ന് ഈയിടെ ഒരു ഹോട്ടൽ റെയ്ഡ് ചെയ്തിട്ട് പോലീസുകാർ പിടിച്ചുകൊണ്ട് പോണത്. ഭർത്താക്കന്മാരൊക്കെ ഉണ്ട്, ഗൾഫിലും അവിടെയും പോയിട്ട് ജോലി ചെയ്യുന്നവർ. എന്നാലും ഒരു സ്ത്രീയുടെ റാക്കറ്റിൽപ്പെട്ട് ഇവരൊക്കെ അവരുടെ ശരീരം വിൽപ്പനയ്ക്ക് വെക്കുന്നു. ഒരാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ 1000 രൂപയാണ് അത്ര അവർക്ക് ഫീ കിട്ടുക. ഈ സ്ത്രീ വാങ്ങണത് 5-6 രൂപ. ബാക്കിയൊക്കെ അവരുടെ വാടകയും അവരുടെ വരുമാനവും. ആലോചിച്ച് നോക്കണം. നല്ല കുടുംബത്തിൽ പറന്ന് മാന്യതയോടുകൂടെ ജീവിക്കുന്നവർ എന്താ സംഭവിക്കുന്നത്? ഇരട്ടി വരുമാനം വേണം, ഡബിൾ ഇൻകം. നോ കിഡ്. ശല്യപ്പെടുത്തും വിധം ഭർത്താവ്, കുട്ടി, മാതാപിതാക്കൾ, അവരെ നോക്കൽ, ഈ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചുള്ള ജീവിതം, ഇതൊന്നും പറ്റൂല. കിഡ് പ്രയോഗമാണ്, ഒരു പ്രതീകമാണ്. കുട്ടീന്ന് മാത്രമല്ല, ബന്ധനങ്ങൾ തീരെ പാടില്ല. എന്നിട്ടോ അടിച്ചു പൊളിച്ച് ജീവിക്കണം. എത്ര വരെ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരാലോചിച്ച് നോക്കുക, എന്നെ കേൾക്കുന്ന സഹോദരിമാരാലോചിച്ച് നോക്കുക. മലപ്പുറം ജില്ലയിൽ ഏകദേശം തിരൂർ ഭാഗത്താണ് ഞാൻ പ്രസംഗിക്കുന്നത്. തിരൂരിൽ കേരള ഗവൺമെൻറ് നടത്തുന്ന ഒരു ഡി അഡിക്ഷൻ സെൻ്ററുണ്ട്. കള്ളുകുടിച്ച് മയക്കുമരുന്നിന് അഡിക്റ്റായി മനുഷ്യത്വം മരവിച്ച് നിൽക്കുന്ന സഹോദരന്മാരെയും സഹോദരിമാരെയൊക്കെ കൊണ്ടുവന്ന് ചികിത്സിച്ച് നന്നാക്കുന്ന ഒരു കേന്ദ്രം. അവിടെയുള്ള പ്രധാനപ്പെട്ട ഡോക്ടർ ഏതാനും ആഴ്ച മുമ്പ് ഒരു പ്രസംഗം നടത്തിയപ്പോൾ അദ്ദേഹം പറയണത്, നമ്മുടെ ജില്ലയിൽ വിശേഷിച്ചും മയക്കുമരുന്നിലേക്ക് പുതിയതായിട്ട് കടന്നു വരുന്നത് യുവതികളും പെൺകുട്ടികളുമാണ് എന്നാണ്. മയക്കുമരുന്നിനെ കുറിച്ചുള്ള പ്രഭാഷണം ഫ്രീക്കന്മാരെന്നുള്ള പേരിൽ നമ്മൾ അവഗണിച്ച് നിർത്തുന്ന ഒരു വിഭാഗം ചെറുപ്പക്കാരിൽ മാത്രം പരിമിതമായിരുന്നു കുറേ കാലം.
അപ്പോൾ അവിടെ നിന്നൊക്കെ പോന്നു. പെൺകുട്ടികളെയും യുവതികളെയും പിടിച്ചിരുത്തി ഇതേക്കുറിച്ച് ബോധവൽക്കരണം നടത്തേണ്ട അവസ്ഥയിലേക്ക് സാഹചര്യമെത്തി. സ്റ്റാമ്പ്, സ്റ്റിക്കർ സൈസ് മയക്കുമരുന്നുകളാണ് അത്ര അവർ ധാരാളമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ 11 ടൈപ്പ് മയക്കുമരുന്ന് സുലഭമാണ്. മുത്തുമുമിനീങ്ങൾ സ്വലാത്തും കരുതി ദിക്റും കരുതി ഈ പള്ളിയിലും പരിസരത്തും ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവരോട് എന്തിനത് പറയുന്നു എന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. അവരോട് എന്തിനത് പറയണത്? ഞാനീ പറയണത് മുംബൈയിലെ കഥയല്ലാത്തത് കൊണ്ട്, മെട്രോ സിറ്റികളുടേതല്ലാത്തത് കൊണ്ട്, കൊൽക്കത്തയിലെയും ചെന്നൈയിലെയും കഥയല്ലാത്തത് കൊണ്ട്, 25,000 ഔദ്യോഗിക വേഷകൾ പ്രവർത്തിക്കുന്ന പശ്ചിമ ബംഗാളിലെ സോണാഗച്ചിയിലെ കഥയല്ലാത്തത് കൊണ്ട്, നമ്മുടെയൊക്കെ താനൂരിലും നമ്മുടെയൊക്കെ പുത്തൻതെരുവിലും നമ്മുടെയൊക്കെ ഓരോ ഗ്രാമങ്ങളിലും 11-ലധികം മയക്കുമരുന്നുകൾ സുലഭമായി ലഭ്യമാണെന്ന്. ഒരൊറ്റ പ്രാവശ്യം മൂക്കിലൂടെ കയറിയാൽ മതി MDMA. മോൻ അതിന് അഡിക്റ്റായി മാറും. ഒരൊറ്റ പ്രാവശ്യം. അതിന് സ്മെല്ലില്ല, പ്രത്യേകിച്ച് കളറില്ല, ടേസ്റ്റില്ല, എങ്ങനെയും പറ്റിക്കാം എന്നർത്ഥം. പഞ്ചസാരയേക്കാൾ ചെറിയ തരികളിൽ ലഭ്യമാകുന്ന സാധനം കയ്യിൻ്റെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഒട്ടിച്ചു വെച്ച് നമ്മുടെ കുട്ടിയുടെ മുഖത്ത് മൂക്കിലൂടെ ഒന്നുകൂടെ ഉരസിയെടുത്താൽ മാത്രം മതി. എന്തോന്ന് തേച്ചു എന്ന് പോലും കുട്ടിക്കറിയില്ല. കാരണം അതിന് പ്രത്യേകിച്ച് ഒരു സ്മെല്ലൊന്നുമില്ല. അവൻ്റെ കൈ തട്ടിയെന്നേ വിചാരിക്കുള്ളൂ. 24 മണിക്കൂറാകുമ്പോൾ കുട്ടി വയലൻ്റ് ആകും, തലയിടിക്കാൻ തുടങ്ങും, അവന് ഹെഡേക്ക് വരും, വൊമിറ്റ് ചെയ്യാൻ തോന്നും. ആ സമയത്ത് അവനെ പറ്റിച്ച ചങ്ങാതി കോളയും ഒന്ന് പുറത്തു പോയല്ലേ എന്നൊക്കെ ചോദിക്കും. അതെന്നെ ചോദിക്കണം എന്നില്ല, എന്തെങ്കിലും ഒന്ന് ചോദിക്കും. എനിക്ക് വയ്യ, ഒരു ജാതി വിമ്മിട്ടെന്ന് അവൻ പറയും. അത് ശരി, നീ വാ, അതിനുള്ള മരുന്ന് ഞാൻ തരാമെന്ന് പറയും. പിറ്റേ ദിവസം കൊടുക്കും. 2-3 ദിവസം കൊടുത്താൽ അതിൽ നിന്ന് മോചിക്കാൻ സാധാരണഗതിയിൽ സാധ്യമല്ലാത്ത വിധം ഈ കുട്ടി അഡിക്റ്റായി പോകും. പിന്നെ 4 വർഷമാണ് ജീവിതം. വല്ലാതെ പോയാൽ 7 വർഷം. പക്ഷെ 4 വർഷം ആകുന്നതിൻ്റെ മുമ്പ് തനി ഭ്രാന്തനായിട്ടുണ്ടാകും. നല്ല ഏതെങ്കിലും ഉമ്മയോ വല്യമ്മയോ തഹജ്ജുദ് നിസ്കരിച്ച് പൊട്ടിക്കരഞ്ഞ് ദ്വേർന്നാൽ ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കും. വൈദ്യശാസ്ത്രപ്രകാരം രക്ഷപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് വലിയ പാടാണ്. അപൂർവമായി ആരെങ്കിലും രക്ഷപ്പെട്ടു എന്ന് വന്നേക്കാം. നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു സിനിമയുടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി തിരക്കിനോടത്ത് മതി മൂക്കിലൂടെ വരതാൻ. പൂജയും പൂരങ്ങളൊക്കെ ഉണ്ടാകും, വ്യാപകമായി പോകും. ആ തിരക്ക് മതി. അവിടെ ഇഷ്ടക്കാരനാവുന്ന സിനിമക്കാരൻ വരുന്നുണ്ടാകും. അല്ലെങ്കിൽ കോമാളിക്കളിയും കളിച്ചിട്ട് നമ്മുടെ കുടുംബങ്ങളെ മലിനമാക്കിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ചങ്ങാതിമാർ വരുന്നുണ്ടാകും. അവരെ കാണാൻ വേണ്ടിയിട്ട് അങ്ങാടി ഫുള്ള് ബ്ലോക്കാവും. വൃദ്ധരൊക്കെ അവരുടെ പേരക്കുട്ടികളൊക്കെ കൊണ്ടുവന്നിട്ട് പൊക്കി കാണിച്ചു കൊടുക്കും. കണ്ടോ എന്ന് ചോദിച്ചിട്ട് വലിയ റാഹത്തൊന്ന് കാണുന്നോടുകൂടെ അജറുൽ അസ്വദൊക്കെ മുത്താൻ കിട്ടിയ മാതിരിയാണ് പിന്നെ കുട്ടിനേറ്റ് മടങ്ങിപ്പോവുക. എന്തൊരു സന്തോഷം എന്നറിയാം. കുഞ്ഞാക്കാനൊന്ന് കണ്ടു എന്നുള്ളതാണ്. കുഞ്ഞിക്കാനെ പരിശുദ്ധ റമദാനിൽ 4 മണിക്കൂർ ആ കുഞ്ഞിക്കാനെ കാത്ത് നമ്മുടെ ജില്ലയിൽ കൊണ്ടോട്ടിയുടെ ഒരു ടെക്സ്റ്റൈൽസിൻ്റെ മുന്നിൽ 10,000-ഓളം ചെറുപ്പക്കാർ നിന്നത് പരിശുദ്ധ റമദാനിൽ കട്ട ചൂടത്ത്. 11 മണിക്ക് വരും എന്ന് പറഞ്ഞാൽ കുഞ്ഞിക്ക വൈകി. കുഞ്ഞിക്ക വന്നപ്പോഴേക്ക് 2.5 മണിക്കൂർ വൈകിപ്പോയി. എന്നാലും സന്തോഷമായി. അവർക്ക് വേണ്ടി കുഞ്ഞിക്കൊരു പാട്ടാടി. ഏതാ കുഞ്ഞിക്കാന്ന് ചിലപ്പോൾ ഡൗട്ടുണ്ടാവും. അതൊരു വല്ലിക്കാൻ്റെ മോനാണ്, അത്ര മനസ്സിലാക്കിയാൽ മതി. ചെയ്തവർകൾ വരുന്നുണ്ട്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്. ഇരിക്കും ഇൻഷാ അല്ലാഹ്. നോക്കൂ, നിങ്ങൾ സ്വർഗത്തെ പറ്റിയൊരു വിചാരമില്ല. റമദാനിലാണ്, നല്ല ചൂടത്താണ്. ഇത്തിരി ആൾ കൊള്ളുന്ന ആ ഒരു ഗ്രൗണ്ടിൽ 10,000 ആൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇത്തരം കുറേ ഭൗതിക സംഗതികളിൽ നമ്മളെ കെട്ടിയിട്ട് ഈ സ്വർഗത്തിലേക്കുള്ള പാതയിൽ വിലങ്ങ് തീർക്കുന്നു നമ്മുടെ സാഹചര്യം. മനസ്സിലാക്കാതെ പോരുത് പ്രിയപ്പെട്ടവരെ. നമ്മളെ പറഞ്ഞ് കയറ്റുകയാണ് ആരൊക്കെയോ. നമ്മളെ പറഞ്ഞ് കയറ്റുകയാണ്. നമ്മൾ അങ്ങനത്തെ ആളാണ്, നമ്മൾ അത്ര സൗഹാർദ്ദത്തിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞ് കയറ്റുമ്പോൾ ഞാൻ തിരക്കിടില്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കയറും. നമ്മൾ പന്തളിൻ്റെ ആൾക്കാരാണ്. നമ്മളിവിടെ ഫ്ലെക്സ് ഒരു തെങ്ങിൻ്റെ അത്രക്ക് വെച്ചിട്ടില്ലേ ലോകകപ്പ് പൊളിഞ്ഞു പോകുന്ന നമ്മുടെ വിചാരം. അല്ലെങ്കിൽ എങ്ങനെ ഐറ്റങ്ങളൊക്കെ ജീവിക്കാമെന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മലപ്പുറത്തെ
ഹൃദയഭാഗത്തെ കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ 6 മണിക്ക് 25,000-ലേറെ ആളുകൾ കളി കാണാൻ കയറുന്നു. 6 മണിക്ക് ശരിക്കും 20,000 ആളുകളാണ് അതിൻ്റെ കപ്പാസിറ്റി. പക്ഷെ അന്ന് ഈ ഉഷാറുണ്ട്. മലപ്പുറവും കോട്ടയവും നടത്തുന്ന സന്തോഷ് ട്രോഫിയുടെ ഫൈനലായതുകൊണ്ടുള്ള ആവേശം കൊണ്ട് ഈ കളിക്കാർ ഓടുന്ന ലൈന് വരെ കാണാനുണ്ടായിരുന്നു ആളുകൾ എന്നാണ്. 1.5 മണിക്കൂർ കളിച്ചു, ആരും ജയിച്ചില്ല. 30 മിനിറ്റ് എക്സ്ട്രാ, അപ്പോഴും ജയിച്ചില്ല. പിന്നെ ഈ പെനാൽറ്റി ഷൂട്ടൗട്ട്, അതിലും ജയിച്ചില്ല. പിന്നെ വേറെന്തൊരു സാധനത്തിലാണ് മലപ്പുറക്കാർ ജയിച്ചത്. അൽഹംദുലില്ലാ ഖൈർ, ജയിച്ചല്ലോ അല്ലേ. ആ പരിപാടി കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേന് 9 മണിയായി. ചുറ്റുഭാഗം നിരവധിയായ മസ്ജിദുകളിലുള്ള ആ ടൗണിൽ ആ 25,000-ലേറെ ആളുകളിൽ ചുരുങ്ങിയത് 23 മുഅ്മിനീങ്ങളായിരിക്കും. ഒരെണ്ണം മഗ്രിബ് നിസ്കരിച്ചില്ലേ. നമ്മളാരാ പറഞ്ഞു കയറ്റിയേ? നമ്മളാരാണ് പറഞ്ഞു കയറ്റണത്? നമ്മുടെ മക്കളെ നമ്മൾ രക്ഷപ്പെടുത്തണ്ടേ? ഈ തിരക്കിനുള്ളിൽ MDM കയറൂലേ? ടൂറിന് പോകാമെന്നും പറഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് പോകണുണ്ടെന്നും പറഞ്ഞ് നമ്മളെടുത്ത് വരുമ്പോൾ കുട്ടീനെ സ്നേഹിച്ച് അല്ലോ 5,000 വേണം എന്ന് പറയുമ്പോൾ കുട്ടിക്ക് 5,000 കൊടുത്തിട്ട് പിന്നെ വാപ്പാൻ്റെ വക ഒരു 2,000 കൊടുത്ത് വല്യമ്മ മിഠായി വാങ്ങാൻ വേണ്ടി ഒരു 1,000 കൊടുത്ത് പ്രോത്സാഹിപ്പിച്ച് വിടുന്നില്ലേ? തിരിച്ചു വരുമ്പോഴേക്കും മോള് നമ്മുടേതല്ലാതായിട്ടുണ്ടാവും. ചിലപ്പോൾ മോൾ സ്ക്വയറായിട്ടുണ്ടാകും. ഞാൻ അത്രമാത്രം പറയുന്നത്. അങ്ങനെ കുറേ റിപ്പോർട്ടുകളുണ്ട്. A സ്ക്വയർ B സ്ക്വയർ ഒക്കെ പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് മോൾ സ്ക്വയർ ആവും. ഈ MDM പോലുള്ളതിൻ്റെ അഡിക്റ്റ് ആയിട്ടുണ്ടാകും. 10ാം ക്ലാസ് വരെയും ഒരു ടൂറിനും പോകാതെ നിഖാബിട്ട് നടന്നൊരു കുട്ടി അവസാന വർഷമല്ലേ എന്നും പറഞ്ഞ് അധ്യാപകർ തന്നെയും വീട്ടിൽ ബന്ധപ്പെട്ടപ്പോൾ നന്ന് പൊയ്ക്കോട്ടെ എന്നും പറഞ്ഞിട്ട് പറഞ്ഞയച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ശിഷ്യനാകുന്ന ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് പിന്നെ ആ കുട്ടീനെ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുവരുന്നുണ്ട്. അവൻ പറഞ്ഞെന്നാ എന്നോട് ഈ കഥ. തിരിച്ചു വന്നപ്പോൾ നിഖാബല്ല, ഒരു ചെറിയ ടീഷർട്ട് ഇട്ടിരിക്കണ്, ഒട്ടിയ പാൻറ് ഇട്ടിക്കണ്, വലിയൊരു തൊപ്പിട്ടിക്കണ്, പുറത്തൊരു ഭയങ്കര സാധനമുണ്ട്, വാങ്ങിക്കൊണ്ടുവരികയാണ്. വെറുതെ വെക്കാൻ കഴിയണില്ല, അങ്ങനെ ആടാനേ കഴിയണുള്ളൂ. നിങ്ങൾ വെറുതെ ഗൂഗിളിൽ നോക്കി, ഫ്രീക്കന്മാരുടെ ലക്ഷണത്തിൽപ്പെട്ട ഒന്നാണ് അടങ്ങിക്കാൻ പാടില്ല, ഇങ്ങനെ ആടണം എന്നുള്ളതാണ്. വെറുതെ പറയല്ല. ഞങ്ങൾ ഗൂഗിളിൽ 14 പറഞ്ഞില്ല, 13, 12 ഉണ്ട്. കൈമ കണ്ണിക്കണ്ടൊക്കെ കെട്ടണം, നിറച്ച് വളടണം, മോതിരിടണം, ഒരു കായത് കുത്തണം. പിന്നെന്താണ്, കുളിക്കരുത്, തലയിൽ എല്ലാ ക്രീമും തേച്ചിട്ട് ഇങ്ങനെ മുടി ഇങ്ങനെ നിൽക്കണം. ഫ്രീക്കനാവാൻ കുറച്ച് ലക്ഷണമൊക്കെ ഉണ്ട്. അതാ പറഞ്ഞത്, വലിയ ഭാഗ്യവന്മാരെ മുമ്പിലിരിക്കണത്. ഓരോ കൂട്ടുകാരൊക്കെ ആ തരായിലായിരിക്കും. ഇങ്ങനെ ആടി തുള്ളിയിട്ടാണ് ആ കുട്ടി വരുന്നത്. ഇതുവരെ മുഖത്തിൽ നിന്ന് ആ ഷട്ടർ പൊക്കാത്ത കുട്ടി ഒരു ടൂറ് കൊണ്ട് വിധത്തിലേക്കാവുന്നു. അവളൊന്ന് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ സാധനം എന്തായിരുന്നു എന്നറിയാം? മ്യൂസിക് സെറ്റായിരുന്നു. സെറ്റ് നല്ല സിസ്റ്റം. അതിൻ്റെ ഇസ്തിലാഹ് വെച്ചതാണ്. അവളുടെ വീട് ഫുള്ള് ടപ്പ 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 എന്ന് പറയുന്ന പാട്ടാണ്. പിന്നെ എൻ്റെ തറവാട് വീട് നേരെ കോട്ടക്കൽ പെരിന്തൽമണ്ണ റോഡിൻ്റെ സൈഡിലാണ്. ഓട്ടോറിക്ഷയും ഈ ടൂർ ഓണ ബസ്സൊക്കെ പോകുമ്പോൾ എൻ്റെ അമ്മ പാവം വൃദ്ധയായിരുന്ന കാലത്ത് ചോദിക്കും, എന്താ ബസ്സിൻ്റെ ഉള്ളിൽ ഔലടി ഉണ്ടോയെന്ന്. ഈ ഔലടി ന്യൂ ജനറേഷൻ അറിയണ്ടാവില്ല. ഈ നെല്ലിങ്ങനെ വറുത്തിട്ട് ആ ചൂടോടുകൂടെ ടപ്പട്ടപ്പേന്ന് അടിക്കണം, അല്ലെങ്കിൽ അത് പൊടിയായി പോകും. ഔലാവണമെന്നുണ്ടെങ്കിൽ ആ ചൂടിൽ 2 ഒലക്കൊണ്ട് കുന്താണിയിൽ അടിങ്ങനെ വന്നുകൊണ്ടിരിക്കണം. അതാണ് അവർക്കൊക്കെ ഉള്ളൊരു ഓർമ്മ. അപ്പോൾ ആ ബസ്സിലെന്താ, എൻ്റെ ഓമനപ്പേര് വിളിച്ചിട്ട് ആ ബസ്സിലെന്താ ഔലടിക്കണുണ്ടോ എന്ന് കാര്യത്തിൽ ചോദിക്കും, വളരെ സീരിയസ് ആയിട്ട്. കാരണം ഈ ബസ്സിലൊക്കെ ഔലടി തുടങ്ങിയ സൗകര്യം ഉണ്ടോ എന്നൊക്കെ ഉള്ള അല്ലേ. ഈ ഔലടിയാണ് പിന്നെ മൊത്തം ആ കുട്ടിയുടെ റൂമിൽ നിന്ന് കേൾക്കണത്. അവിടെ ചെവിൻ്റെ 2 സൈഡിലും വേറെ 2 കുന്തട്ടുണ്ട്. ഒന്നുമില്ല എന്നറിയാലോ, അതിനാണ് എന്നറിയാം. മുഖത്തുനിന്ന് ഷട്ടർ പൊക്കാത്ത കുട്ടിയാണ്. അതുവരെയും ഒരൊറ്റ ടൂറ് കൊണ്ട് വിധത്തിലേക്കായി മാറുന്നു. ഒരൊറ്റ ടൂറ് കൊണ്ട് ഈ മൂക്കിലൂടെ മയക്കുമരുന്ന് കയറുന്നു. ബസ്സിലൊക്കെ കണ്ടിട്ടില്ല, മിന്നാമിന്നി ലൈറ്റൊക്കെ ഇട്ടിട്ട് ജോഡി തിരിഞ്ഞ് ഇങ്ങനെ ആടുന്നു. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒന്ന് വെറുതെ എടുത്താൽ മതി. നമ്മളെ സ്വർഗത്തിലേക്കുള്ള മാർഗം പടച്ച റബ്ബ് തുറന്നു വെച്ചിട്ട്, അതാ ഞാൻ പറഞ്ഞു വരുന്നത്. സ്വർഗത്തിലേക്കുള്ള മാർഗം വിശാലമായി റബ്ബ് താല തുറന്നു വെച്ചിട്ട് ഞാൻ പോകൂലെന്ന് വാശി പിടിച്ചു മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മക്കളും നമ്മുടെ സഹോദരന്മാരും. അവിടെ ദിക്ർ ഹൽക്കയുടെ പ്രസക്തി, അവിടെയാണ് സലാത്ത് ഹൽക്കയുടെ പ്രസക്തി. ഓരോ സന്ദർഭവും ആഖിറത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമ്മൾ തയ്യാറാകുന്നതാണ് ഈ ആബാലവൃദ്ധം ഇവിടെ തടിച്ചുകൂടിയതിൻ്റെ ലക്ഷണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. 3 ആത്മാവിനെയാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഒന്ന്, തിന്മ കൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവ്, അന്നഫ്സുൽ അമ്മാറ.
രണ്ടാമത്തേത് ഖേദം വരുന്ന തെറ്റുതിരുത്താൻ നമ്മളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന നഫ്സുൽ ലവ്വാമ. പിന്നൊന്ന് നഫ്സുൽ മുത്മഇന്ന. സൂറത്ത് യൂസുഫിൻ്റെ 56-ാമത്തെ വാക്യത്തിൽ ലാ ഉബരിഉ നഫ്സി ഇന്ന നഫ്സ ലഅമ്മാറത്തും ബിസ്സൂഅ് സുലൈഖ പറയുന്നതായിട്ട് ഉദ്ധരിക്കുന്നുണ്ട്. ഞാൻ എന്നെ കുറ്റപ്പെടുത്തുന്നില്ല, കാരണം കൽപ്പിച്ചുകൊണ്ടിരിക്കുക തിന്മ ഈ ആത്മാവ്. ഈ തിന്മ ചെയ്യുന്ന നമ്മുടെ ആത്മാവിനെ ദിക്റിലൂടെ സ്വലാത്തിലൂടെ മാറ്റിക്കൊണ്ടുവന്ന് സൂറത്തു അൽ ഖിയാമയുടെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്ന ലാ ഉഖ്സിമു ബിൻ നഫ്സിൽ ലവ്വാമ, ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന നഫ്സാണ് ഞാൻ സത്യം ചെയ്തു പറയുന്നു. അല്ലേ? ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന നഫ്സ്. എന്തിനെ? വൃത്തികെട്ടത് ചെയ്തതിന്, സലാത്ത് മുടക്കിയിട്ട് പോയതിന്, ജമാഅത്ത് കണ്ടിരിക്കെ ഇറങ്ങിപ്പോയതിന്, മൊബൈൽ ഫോണും നെറ്റ് സംവിധാനവും സ്വകാര്യമായി കിട്ടിയപ്പോൾ മതിമറന്നതിന്, അനാവശ്യമായി സ്ത്രീകളെ നോക്കിയതിന്, പെണ്ണുങ്ങൾ കൂടിയിരുന്ന് ഇങ്ങനെ വേറൊരു പെണ്ണിൻ്റെ കുറ്റം പറഞ്ഞതിന്, ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന, തൗബ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നഫ്സ്. ഈ നഫ്സിലൂടെ വലുതായാണ് സൂറത്തുൽ ഫജ്റിന്റെ 27-ാമത്തെ വാക്യത്തിൽ പറയുന്ന അൻ നഫ്സുൽ മുത്മഇന്നയിലേക്ക് നമ്മൾ എത്തുന്നത്. ശാന്തമായ ആത്മാവ്, ജീവിതം മനോഹരമായി ആസ്വദിച്ച ആത്മാവ്, ഏത് നിമിഷത്തിൽ റൂഹെടുത്താലും പടച്ച റബ്ബിൻ്റെ സ്വർഗത്തിലേക്ക് പറക്കാൻ മുമ്പിൽ നിൽക്കുന്ന ആത്മാവ്. അവർ മരണത്തെ പ്രതീക്ഷിക്കും. പരിശുദ്ധ ഖുർആൻ പൊതുവെ മരണത്തെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗം സൂറത്തുൽ ജുമുഅയുടെ 8-ാമത്തെ വാക്യത്തിൽ കാണാം. ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മരണം. നമ്മൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് മരണം. വൃദ്ധനായ ഒരാളോട് മരിക്കാനേരെ കാക്കാരനാട് ചൂടാവും. ഞാൻ ആദ്യം മരിക്കാന്ന്, ഇജ്ജ് റബ്ബിൻ്റെ അടുത്തുനിന്ന് വരാമെന്നൊക്കെ ചോദിച്ചിട്ട്. കാരണം വയസ്സ് കൂടി വരുന്നു, അതോടൊപ്പം 2 കാര്യങ്ങളും വർധനവ് വരുന്നു എന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുന്യാവിനോടുള്ള പ്രതിപത്തി, പിന്നെയും ആക്രാന്തം കാണിക്കണം എന്ന്. പിന്നെയോ ദുന്യാവിനോടുള്ള പ്രതിപത്തിയോടൊപ്പം വളർന്നു വരുന്നൊരു സാധനമാണ് മരണത്തിനോടുള്ള വിപ്രതിപത്തി, മരണത്തിനോടുള്ള വല്ലാത്തൊരു വെറുപ്പ്, മരണത്തെ ഓർമ്മപ്പെടുത്തുന്നത് പോലും വിഷമം. ഞാൻ ആദ്യം മരിക്കാമെന്ന് വെച്ചിട്ട് വഴക്ക് പറയും. സ്വന്തം സഹോദരൻ്റെ, സ്വന്തം കൂട്ടുകാരൻ്റെ ജനാസ സംസ്കരണത്തിൽ പങ്കെടുത്തു വരുമ്പോൾ പോലും അടുത്തത് ഞാനാവാനുള്ള സാധ്യത നമ്മൾ ഓരോരുത്തരും മറന്നുകൊണ്ടിരിക്കും. നമ്മൾ ഓരോരുത്തരും മറന്നു കൊടുക്കും. മനസ്സ് മുത്മഇന്നത്തിലേക്ക് മാറി നമ്മുടെ ജീവിതം മലിനമായി പോവേണ്ടിയിരുന്നതിനെ നമ്മൾ വളരെ വിശുദ്ധമാക്കി എന്ന ബോധത്തിലെത്തുമ്പോൾ മരണത്തെ ആഗ്രഹിക്കും. ജൂതന്മാരോട് ഖുർആൻ പറയുന്നുണ്ട് സൂറത്തു അൽ ജുമുഅയിൽ തന്നെ, നിങ്ങളൊന്ന് മരണം ആഗ്രഹിക്കുക. നിങ്ങളിങ്ങനെ പറയണ്ടല്ലോ നിങ്ങളാണ് അള്ളാൻ്റെ ആൾക്കാർ, എന്നാൽ മരണം ആഗ്രഹിക്കുക. അള്ളാൻ്റെ ആൾക്കാരാണെങ്കിൽ മരിച്ചാൽ കൂടുതൽ സുഖമല്ലേ എന്ന്. പക്ഷേ അവർ പ്രവർത്തിച്ച ദുഷ്കർമ്മങ്ങളുടെ കാരണത്താൽ മരണം ആഗ്രഹിക്കാൻ അവർക്ക് കഴിയില്ല. ജൂതന്മാരെ കുറിച്ചാണ് അത് ഇറങ്ങിയത്. നമ്മളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം എടുത്തു പോകട്ടെ എന്ന് വിചാരിക്കാൻ മാത്രം ആത്മീയമായി നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വിശുദ്ധമായ എത്ര പേരുണ്ടാവും കൂട്ടത്തിൽ? ആരുമില്ല എന്നല്ല ഞാൻ പറയണത്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നന്നായിട്ട് ഈ കഫന്തുണൊക്കെ വിരിച്ചു വെച്ച് അതിൽ കയറിയിരുന്ന് ഭാര്യനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി, നീ പൊരുത്തപ്പെടണം എന്നൊക്കെ പറഞ്ഞ് ഇനി അത്ത് പൊയ്ക്കോളൂ, നിങ്ങൾക്ക് കാണാൻ പറ്റാത്തൊരു ടീം എന്നെ കാണാൻ വരുന്നു എന്നും പറഞ്ഞിട്ട് ഇമാം ഗസാലി മരണപ്പെടുന്നുണ്ട് റളിയല്ലാഹു അൻഹു. ഷിബിലി സ്വപ്നം കാണുന്നുണ്ട് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. അവർ ചോദിക്കുന്നുണ്ട്, ഗസാലി വന്നല്ലോ, എന്തേ നിങ്ങളവിടെ പ്രത്യേകമായിട്ട് തയ്യാറാക്കി വെച്ചു എന്ന്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഞാൻ ഈസാ നബിയെ വിളിച്ചു, മൂസാ നബിയെ വിളിച്ചു, ദേ വരുന്നു എൻ്റെ മുഹമ്മദുൽ ഗസാലി. അപ്രകാരം ഒരു ഹിബർ, ഒരു പണ്ഡിതൻ നിങ്ങളുടെ സമൂഹത്തിലുണ്ടായിരുന്നോ എന്ന് ഞാൻ ചോദിച്ചു. അവരെല്ലാവരും പറഞ്ഞു ഇല്ല. അവർ കൂടെ ഇമാം ഗസാലിയെ സ്വാഗതം ചെയ്യാൻ എന്നോടൊപ്പം കാത്തുനിന്നു. മഹാനായ കൊടമ്പൈ ഉസ്താദിൻ്റെ വഫയാത്തുൽ അബ്റാർ എന്ന് പറയുന്ന കിതാബിൽ മഹാനുഭാവൻ ഇത് ഉദ്ധരിക്കുന്നുണ്ട്. ഇതാണ് ജീവിതം, ഇതാണ് മരണം. സുജൂദിൽ മരണപ്പെട്ട ആലിമീങ്ങളെ കുറിച്ച് മാത്രം കിതാബുണ്ട്. സുജൂദിലായിട്ടാണ് മരിക്കുക. അഖറബുമായ യകൂനുൽ അബ്ദു, അള്ളാഹുവിനോട് മനുഷ്യൻ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് സുജൂദ് ചെയ്യുമ്പോഴാണ് എന്ന് പറയുന്ന ആ ഒരു ഘട്ടത്തിലാണ് മരിച്ചു.
അതെങ്ങനെ സാധിക്കുന്നത്? മുത്മഇന്നത്തായ ആത്മാവിലേക്ക് നമുക്ക് ഉയരാൻ പറ്റണം. അതിന് ദിക്ർ വേണം. ആഖിറം വിജയിക്കാൻ ഞാൻ എന്ത് വേണമെന്ന് ചോദിക്കുന്ന സഹാബിയോട് മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സന്ദർഭത്തിൽ പറയുന്നത് മാസാല ലിസാനുക റത്ബം മിൻ ദിക്രില്ലാഹ്, അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ട് നിൻ്റെ നാവ് ഹരിതാഭമാവട്ടെ എന്നാണ്. എപ്പോഴും നിൻ്റെ നാവിൽ ഇങ്ങനെ ദിക്ർ വന്നുകൊണ്ടിരിക്കട്ടെ എന്നാണ്. അങ്ങനെ ജീവിതം വിശുദ്ധമാക്കിയത് കൊണ്ടാണ് 33-ാമത്തെ വയസ്സിൽ ചെറുപ്രായത്തിൽ മുആദ് ബിൻ ജബൽ മരണപ്പെടുമ്പോൾ റളിയല്ലാഹു അൻഹു അവിടുന്ന് മരണത്തെ സ്വാഗതം ചെയ്യുന്നത് മർഹബല്ലിൽ മൗത്ത് മർഹബല്ലിൽ ഹബീബ്, മരണമേ സ്വാഗതം, മരണത്തിൻ്റെ മലക്കാവുന്ന കൂട്ടുകാരാ സ്വാഗതം. അസ്രായേലിനൊക്കെ കൂട്ടുകാരാന്ന് വിളിക്കണമെങ്കിൽ കുറച്ച് ധൈര്യമൊന്നും പോരാ. തിരിഞ്ഞു നോക്കുമ്പോൾ അത്രമേൽ വിശുദ്ധമായിരുന്നു ജീവിതം. അവിടുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ശരിക്കും പ്രാർത്ഥിക്കല്ല, അവകാശം ചോദിച്ചു വാങ്ങായിരുന്നു. അല്ലാഹുവേ, എനിക്ക് ലഭ്യമായ ജീവിതം, ബുദ്ധി, വിവേകം ഒന്നും ഞാൻ വലിയ സമ്പാദ്യം സ്വരൂക്കൂട്ടാൻ ഉപയോഗപ്പെടുത്തിയില്ല. ഇത്തപ്പനയുടെയും മുന്തിരിയുടെയും തോപ്പുകൾ ഞാൻ എനിക്ക് വേണ്ടി ശേഖരിച്ചു വെച്ചില്ല. പിന്നെയോ നിന്റെ ദീന് പഠിച്ചു, അതനുസരിച്ച് ജീവിച്ചു, അത് പ്രചരിപ്പിക്കാൻ വേണ്ടി നട്ടപ്പാതിരക്ക് യമനിൽ പോയി. ധാരാളമായി നിന്റെ ദീനിന് ഞാൻ സേവനം ചെയ്തു. അതുകൊണ്ട് നിന്റെ കാരുണ്യം എനിക്ക് വേണം. അവകാശം ചോദിച്ചു വാങ്ങല, അതിന് മാത്രം ധൈര്യമുണ്ട്, അതിന് മാത്രം ആത്മാവ് വിശുദ്ധമാണ്, മുത്മഇന്നയാണ്, ശാന്തമാണ്. അതുകൊണ്ട് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വഫാത്താകാൻ കിടക്കുമ്പോൾ അർദ്ധബോധത്തിൽ സഹാബാക്കിറാൻ ചുറ്റുഭാഗം വന്നിട്ട് ഞങ്ങൾക്ക് ഖലീഫയായ ഒരാളെ നിശ്ചയിച്ചു തരണമെന്ന് ആവശ്യപ്പെടുമ്പോൾ മുആദ് ബിൻ ജബൽ മരണപ്പെട്ടല്ലോ, അല്ലെങ്കിൽ അദ്ദേഹത്തെ നിങ്ങൾക്ക് ഖലീഫയായി നിശ്ചയിച്ച് ഞാൻ എൻ്റെ റബ്ബിൻ്റെ അടുത്ത് പോയിട്ട് പടച്ചോനെ നിൻ്റെ ദീനിൻ്റെ കാര്യം വിശ്വസ്തമായൊരു കരങ്ങളിൽ ഏൽപ്പിച്ചാൽ ഞാൻ കടന്നു വന്നതെന്ന് പറയുമായിരുന്നു. മുആദ് ബിൻ ജബൽ മരണപ്പെട്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ യോഗം ചേരുക, എനിക്ക് ശേഷം 3-ാം ഖലീഫയെ നിശ്ചയിക്കുക. ഇത് മനുഷ്യരായിരുന്നു, നമ്മളൊക്കെ പോലെ മജ്ജയും മാംസമുള്ളവർ, ദീന് പ്രായോഗികമാണെന്ന് സമൂഹത്തിനും ചരിത്രത്തിനും പഠിപ്പിച്ചു കൊടുത്തവർ. ഞാൻ അവസാനിപ്പിക്കുക, എനിക്ക് ലഭ്യമായ സമയം കൃത്യമായി തീരുന്നു. കുറച്ചുകൂടെ ശ്രദ്ധ വേണ്ടി വരും. ഞാൻ എന്നോട് പറയാണ്, പ്രിയപ്പെട്ട സഹോദരന്മാർ കേട്ടിരിക്കുക. തഖ്വയുണ്ടാവുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കണം, അവൻ്റെ വിരോധങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. മൗലാന ഗസാലി തങ്ങൾ അവിടുത്തെ ബിദായത്തുൽ ഹിദായയുടെ 2-ാം പാർട്ട് ആരംഭിക്കുമ്പോൾ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്. കൽപ്പനകൾ പാലിക്കുക എന്നതിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് വിരോധങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത്. കൽപ്പനകൾ പാലിക്കാൻ നമുക്കൊക്കെ ചിലപ്പോൾ താല്പര്യം ഉണ്ടാവും, 5 വക്ത് നിസ്കരിക്കും, പക്ഷേ പുറത്തിറങ്ങി അത് ഗീബത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും, കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. 5 വക്തും ജമാഅത്തിന് തന്നെ വരുന്ന ആചാരമായിരിക്കും, ചിലപ്പോൾ ഉറക്കിട്ടണം എന്നുണ്ടെങ്കിൽ ചെറിയൊരു പെഗ്ഗടിക്കേണ്ടി വരും. അതുകൊണ്ട് ഇമാമുന ഗസാലി തങ്ങൾ പറയുന്നത് കൽപ്പനകൾ പാലിക്കുക എന്നതിനേക്കാൾ പ്രാധാന്യം തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക എന്നതിന് നൽകണം. അപ്പം തിന്മകളിൽ നിന്ന് മാറി നിൽക്കലും കൽപ്പനകളെ പ്രാപിക്കലുമാണ് തഖ്വയുടെ ഏറ്റവും അടിസ്ഥാനം. പിന്നീട് തഖ്വ അവിടെ നിന്ന് ഇങ്ങനെ കയറി വരും. ഇന്ന ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, ഇഷ്ടദാസന്മാർ മുത്തഖീങ്ങളാണ് എന്നൊക്കെ പറയുന്ന ഒരു തലത്തിലേക്ക് തഖ്വ കൊണ്ട് കയറി വരും. അങ്ങനെ വരുമ്പോൾ അള്ളാഹു അല്ലാത്ത മറ്റൊന്നും അവരുടെ ഹൃദയത്തിൽ ഒരിക്കൽ പോലും തെളിഞ്ഞു വരൂല. അവർ ഭൗതികമായ കാര്യങ്ങളിലൊക്കെ ഇടപെടും, പക്ഷെ അതൊക്കെ റബ്ബിന് വേണ്ടിയായിരിക്കും. അള്ളാഹു അല്ലാത്ത ഒന്നും അവരുടെ ഹൃദയത്തിൽ വെളിപ്പെടൂല എന്ന് പറഞ്ഞാൽ റബ്ബിൻ്റെ തൃപ്തിക്കല്ലാതെ അവരുടെ ഒരു ചെറിയ ചലനം പോലും സംഭവിക്കൂല. വലോ ഖാത്തറത്തിൽ ഈഫി സിവാക ഇറാദ അലാ ഖാത്തിരി യൗമൻ ഹക്കംതു ബിരിദ്ദത്തി, ഇബ്നുൽ അറബി തങ്ങൾ പാടി നടന്നതാണ്. ഏതെങ്കിലും ഒരു ദുർബലമായ നിമിഷത്തിൽ എൻ്റെ ഹൃദയത്തിലെങ്ങാനും റബ്ബല്ലാത്തൊരു വിചാരം കടന്നു വന്നാൽ മുനാഫിഖായി എന്ന് ഞാനങ്ങ് പ്രഖ്യാപിക്കുന്നു. ഹക്കംതു ബിരിദ്ദത്തി, മുർത്തദ്ദായി എന്ന് ഞാൻ അങ്ങോട്ട് പ്രഖ്യാപിക്കും, ഹുക്കുമ് ചെയ്യും. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ റബ്ബല്ലാത്തൊരു വിചാരം എന്ന് വെച്ചാൽ റബ്ബിന് വേണ്ടി അല്ലാതെ എന്തെങ്കിലും ഒരു പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ വന്നു പോയാൽ, ചിന്ത വന്നു പോയാൽ, ഒരു ദർശനം, ഒരു സ്പർശനം, അത് മൊബൈലായാലും കൊള്ളാം, നേരിട്ടൊരു സ്ത്രീയെ ആയാലും തിരക്കടില്ല, അള്ളാഹു അല്ലാത്ത ഒരു വിചാരം എൻ്റെ മനസ്സിൽ കയറി വന്നാൽ ഹക്കംതു ബിരിദ്ദത്തി, മുർത്തദ്ദായി പോയല്ലോ എന്ന് പ്രഖ്യാപിക്കുന്നു. ഈ തലത്തിലേക്ക് നമ്മെ സർവാത്മന പരിവർത്തിപ്പിക്കുന്ന തഖ്വയുണ്ട്. അതിൻ്റെ ഇടയിൽ കുറേ ഘട്ടങ്ങളുണ്ട്. മൗലാന ഗസാലി തങ്ങളെ നമ്മൾ പഠിക്കുക. അവിടുന്ന് ഇഹ്യാ ഉലൂമുദ്ദീനിൽ നോമ്പിനെ കുറിച്ചുള്ള അധ്യായത്തിന് അസ്റാറുസ് സൗം എന്നാണ് പേര് വെക്കുന്നത്. വ്രതത്തിൻ്റെ ആത്മാർത്ഥങ്ങൾ,
വ്രതത്തിൻ്റെ ഉത്സാരങ്ങൾ. അവിടുന്ന് പറയുന്നുണ്ട്, രാവിലെ മുതൽ വൈകിട്ട് വരെ പട്ടിണി കിടക്കുക, നിയത്തും വെക്കുക എന്ന് പറയുന്നത് നോമ്പാണ്. പക്ഷേ അതുകൊണ്ട് തഖ്വയിലേക്ക് എത്താൻ പറ്റൂല. നേരെ മറിച്ച് ഖവാസാകുന്ന കുറേ VIP-കളുടെ നോമ്പുണ്ട്. ആ നോമ്പ് വായിലൂടെ എന്തെങ്കിലും അകത്ത് കയറുക എന്നുള്ളതിനെ പ്രതിരോധിക്കുക മാത്രമല്ല ചെയ്യുന്നത്. അള്ളാഹു ഹറാമാക്കിയ ഒരു പരിപാടിയും ചെയ്യില്ല. കാണാൻ പാടില്ലാത്ത ഒന്ന് കണ്ണുകൊണ്ട് കണ്ടാൽ കണ്ണിൻ്റെ നോമ്പ് പൊറിഞ്ഞു എന്ന് അവരങ്ങോട്ട് ഉറപ്പിക്കും. തൊട്ടുപോയാൽ, കേട്ടുപോയാൽ, ഏതെങ്കിലും ഒരാൾ അഭാഗം എന്തെങ്കിലും സംസാരിക്കുന്നു, നമ്മളത് കേട്ടുപോയി, നമ്മളത് കേൾക്കാൻ ഇരുന്നു കൊടുത്തു, എന്നാൽ ചെവിയുടെ നോമ്പ് മുറിഞ്ഞു എന്നാണ്. ഇതാണ് ലഅല്ലക്കും തത്തഖൂൻ എന്ന നോമ്പിനെ കുറിച്ച്, നോമ്പിൻ്റെ ഫലത്തെക്കുറിച്ച് സൂറത്തുൽ ബഖറയുടെ 183 പറയണത്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാവാൻ വേണ്ടി. ഈ ഒരു തലത്തിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ഹറാമിൽ നിന്ന് മാറി നിന്ന് യഥാർത്ഥ മുത്തഖിയാവാൻ പറ്റുക. ഇത് സങ്കീർണമായൊരു സംഗതിയാണ്, നമ്മൾ അതിനു വേണ്ടി മാത്രം അധ്വാനിക്കണം. പക്ഷേ ഖുർആൻ ഞാൻ നേരത്തെ ഓതി വെച്ചിടത്ത് ഇത്ര സങ്കീർണമായ മുത്തഖിനല്ല പരിചയപ്പെടുത്തുന്നത്. വസാരിഉലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള്, ആകാശഭൂമിയുടെ വിശാലതയുണ്ട് സ്വർഗത്തിന്. ആ സ്വർഗത്തിലേക്ക് ഓടി വരുവീൻ. ലഅല്ലക്കും ഉഇദ്ദത് ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചതാണ്. ആരാ മുത്തഖീങ്ങൾ? നമ്മളൊക്കെ പറ്റും വിധം, നമുക്കൊക്കെ സാധ്യമാകും വിധം മുത്തഖീങ്ങളുടെ ലളിതമായ ആശയം ഖുർആൻ അവിടെ വെച്ച് പറയുന്നുണ്ട്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ, സാമ്പത്തികമായി നല്ല പുരോഗതി ഉണ്ടാകുമ്പോൾ അതിൻ്റെ തോതനുസരിച്ചും അധോഗതി വരുമ്പോൾ അതനുസരിച്ചുമൊക്കെ ദീനീ കാര്യങ്ങളിൽ ചെലവഴിക്കുന്നവരാണ് മുത്തഖീങ്ങൾ. ഒന്നാമത്തെ വിശേഷണം അതാണ്. ഒന്നാമത്തെ വിശേഷണം ലളിതാണ്, നമുക്കൊക്കെ സാധ്യമാണ്. ഈ ദീന് നിലനിന്നു വന്നത് അങ്ങനെയാണ്. മുഅ്മിനീങ്ങൾ സഹായിക്കുന്നത് കൊണ്ടാണ് ദീനീ സംരംഭങ്ങൾ ഉണ്ടാവുന്നത്, ദർസ് നടക്കുന്നത്. ഈ മുമ്പിലിരിക്കുന്ന മുത്താലിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ എന്തൊക്കെ മോഹങ്ങളും വിചാരങ്ങളും ഉണ്ട്. അവരുടെ സുഹൃത്തുക്കളോടൊപ്പം കളിക്കാനുള്ള മോഹം ഒരു കുട്ടി എന്നുള്ള നിലക്ക് അവരിലൊക്കെ വല്ലാതുണ്ട്. ഉമ്മാനെ കണ്ടുകൊണ്ടേയിരിക്കാൻ, അറ്റ്ലീസ്റ്റ് ഒരു ഫോണ് ദിവസം വിളിച്ചുകൊണ്ടിരിക്കാൻ, അതൊന്നും സാധാരണഗതിയിൽ സാധിക്കൂല അവർക്ക്. എല്ലാം ത്യജിച്ച് സഹിച്ച് ദീനിൻ്റെ ഖാദിമീങ്ങളാവാൻ വേണ്ടി ഇവിടെ ഒരുമിച്ച് കൂടുന്നു. എല്ലാ മോഹങ്ങളും നടക്കൂലെന്ന്. എല്ലാ മോഹങ്ങളും നടന്നാൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് നമ്മളവിടെ എത്താനും പ്രയാസമായിരിക്കും. ഇപ്പം ഇവർക്ക് വേണ്ടി ചെലവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെപ്പോലെയുള്ള മുതല്ലിമാവാൻ പ്രയാസമുള്ളവരുടെ ഏറ്റവും വലിയൊരു വിജയമാർഗം. അപ്പോൾ ദർസ് നടന്നു പോകണം, പള്ളി നിർമ്മാണം നടക്കണം, സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ നടക്കണം, അതിന് പണം കൊടുക്കണം, സാമ്പത്തികമായിട്ട് നല്ല ഭദ്രത ഉണ്ടാകുമ്പോൾ അതനുസരിച്ച്, ഇല്ലെങ്കിൽ ഇത്തിരിയൊക്കെ കുറഞ്ഞിട്ട് എന്തായാലും ഈ കാര്യത്തെ പരിഗണിക്കും. അങ്ങനത്തെവരാണ് മുത്തഖീങ്ങളുടെ ഒന്നാമത്തെ വിശേഷണം. അതാണ് പറയുന്നത്. രണ്ടാമത്തേത് വൽ ഖാദിമീനൽ ഗൈള, ദേഷ്യം വന്നാൽ അവർക്ക് ഒതുക്കാൻ കഴിയുമെന്ന്. പലരും തോറ്റുപോണത് അവിടെയാണ്. പലരും തോറ്റു വരുന്നത് അവിടെയാണ്. നമ്മുടെ ഭാര്യയ്ക്ക് നമ്മളോടൊപ്പം വയസ്സാവുന്നുണ്ട് എന്നുള്ളത് പലർക്കും ബോധമല്ലേ. എനിക്കിപ്പോൾ 10-70 വയസ്സായി, ഞാൻ എഴുന്നേൽക്കുമ്പോഴത്തേന് എന്താ അവൾക്ക് ഒരു ചായയും അപ്പമൊക്കെ ചുട്ടുവെച്ചാൽ എന്നുള്ളിടത്താണ് നമ്മളുള്ളത്. നമ്മളോടൊപ്പം അവർക്കും ഒരു 65 വയസ്സായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കാറില്ല പലപ്പോഴും. ദേഷ്യം വരും. ദേഷ്യം വരുമ്പോൾ അത് നിർത്തിവെക്കുന്നവർക്ക്, ഒതുക്കാൻ കഴിയുന്നവർക്ക് തഖ്വയുടെ രണ്ടാമത്തെ വിശേഷണമായിട്ട് അത് അള്ളാഹു പഠിപ്പിക്കുകയാണ്. വല്ലാഫീനാനിന്നാസ്, നമ്മുടെ സഹപ്രവർത്തകർ, നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ സഹപാഠികൾ, മനുഷ്യരുമായി ബന്ധപ്പെടുന്ന സാമൂഹിക ജീവിതക്രമത്തിലെ ഓരോരുത്തരും അപാകങ്ങൾ സംഭവിക്കും. മനുഷ്യരാണ്. ആ സമയത്ത് അവർക്ക് വിട്ടുപുറത്ത് മാപ്പാക്കാൻ കഴിയുന്നവർ. മറക്കരുത്, ഒന്നാമത്തേത് സാമ്പത്തികമായി നമ്മുടെ നിലവാരക്കനുസരിച്ച് ദീനി കാര്യങ്ങൾ ചെലവഴിക്കുക. രണ്ടാമത്തേത് ദേഷ്യം വരുമ്പോൾ ഒതുക്കി നിർത്തുക. മൂന്നാമത്തേത് നമ്മളുമായി ബന്ധപ്പെടുന്ന ആളുകളിൽ നിന്ന് എന്തെങ്കിലും അപാകങ്ങൾ സംഭവിച്ചാൽ അവർക്കത് വിട്ടുപൊറുക്കാനുള്ള നല്ല മനസ്സ് കാണിക്കുക. ഒരു തെറ്റും ചെയ്യാതെ ജീവിക്കാന്ന് പോലും ഖുർആൻ പറയുന്നില്ലേ? അല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ വസ്തഗ്ഫറൂ ലിദുനൂബിഹിം. ഒരു തെറ്റും ചെയ്യാതെ ജീവിച്ചു എന്നുള്ളത് പോലും ഇവിടെ ഖുർആൻ പറയുന്നില്ലേ? അതുകൊണ്ടാണ് നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യർക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ളൊരു തഖ്വ എന്ന രീതിയിൽ ഇതുമ്മ നമ്മൾ കൂടേണ്ടി വരുന്നത്. തെറ്റ് സംഭവിച്ചു പോയാൽ റബ്ബിനെ അവരോർക്കും, ഖേദിച്ചു മടങ്ങും. അവരാ വിഷയത്തിൽ വല്ലാതെ സങ്കടപ്പെടും.
തൗബത്തുൻ നസൂഹിനെ മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അകടിൽ നിന്ന് കറന്നെടുത്ത പാൽ ഒരിക്കലും തിരിച്ചു കയറാൻ സാധ്യമല്ലാത്തതുപോലെ തെറ്റ് സംഭവിച്ചവൻ തൗബ ചെയ്ത് മടങ്ങിയിട്ട് ഇനി ഒരിക്കലും ആ തെറ്റിലേക്ക് പുനഃപ്രവേശം നടത്താതെ പ്രവേശിക്കാതിരിക്കുന്നതാണ് ഈ തൗബത്തുൻ നസൂഹ്. ഇങ്ങനെ തൗബ ചെയ്യുന്നവരുടെ തിന്മകളെ നന്മയാക്കി കൊടുക്കുമെന്നാണ് സൂറത്തുൽ ഫുർഖാനിലെ 70-ാമത്തെ വാക്യത്തിൽ അള്ളാഹു പറയണത്. ഈ ഇസ്ലാമിൻ്റെ വിശാലത നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാമിൻ്റെ മാനവികത നമ്മൾ മനസ്സിലാക്കണം. തോപ്പിക്കാൻ വേണ്ടി കുറേ മലാക്കന്മാരുടെ കയ്യിൽ കുന്തവും കൊടുത്തിട്ട് വരുന്ന മനുഷ്യന്മാരെ മൊത്തം നരകത്തിലേക്ക് തോണ്ടിയിടുക എന്നുള്ളതല്ല മതം പഠിപ്പിക്കുന്ന ഒരു പരലോകം. നമ്മൾ ആലോചിച്ച് നോക്കുക, തെറ്റ് ചെയ്ത ആളുകളുടെ തെറ്റിനെ നന്മയാക്കി അള്ളാഹു മാറ്റും. ഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. 25-ാം അധ്യായത്തിൻ്റെ 70-ാമത്തെ വാക്യം അങ്ങനെയാണ്. തൗബ ചെയ്യുന്ന ആളുകളുടെ തിന്മകളെ അള്ളാഹു നന്മയാക്കി കൊടുക്കും. അങ്ങനെ തന്നെ ഇബ്നു കസീർ അത് വിശദീകരിക്കുന്നുണ്ട്. ചില പണ്ഡിതന്മാർ അവരതുവരെ തിന്മ ചെയ്തിരുന്ന സമയത്ത് കൂടെ ഇനി നന്മ ചെയ്യുമെന്നൊക്കെ ഇതിന് വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. അത് മറന്നുകൊണ്ടല്ല ഞാൻ പറയണത്. ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു കസീർ പറയുന്ന ഒരു കഥ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യൻ്റെ സ്വാർത്ഥതയോർത്ത് ചിരിച്ചു എന്നാണ്. കുറേ ആളുകൾ ആഖിറത്തിലേക്ക് ഇങ്ങനെ വരും. അവിടെ കുഞ്ഞു കുഞ്ഞു പാപങ്ങളൊക്കെ അള്ളാഹു അവർക്ക് ബോധ്യപ്പെടുത്തും. അവർ സന്തോഷിക്കും, ഇതിനേക്കാൾ വലിയ എന്തൊക്കെ തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്, അതൊന്നും ഈ ലിസ്റ്റിലില്ലല്ലോ. ഒന്നുപോലും വിട്ടുപോകില്ല കേട്ടോ, നമ്മൾ തെറ്റിദ്ധരിക്കരുത്. മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ ഹസ്വഹാ. ഇതെന്തൊരു പുസ്തകം റബ്ബേ! ചെറുതും വലുതും സ്വകാര്യമായതും പരസ്യമായതും നിർജ്ജന ശൂന്യതയിലും CCTV ഇല്ലാത്തടത്തും ഞാൻ എവിടുന്നൊക്കെ സ്വകാര്യമായിട്ട് ചെയ്തോ എല്ലാം ഇതിലുണ്ടല്ലോ എന്ന് പറയും. ഇതൊക്കെ പഠിച്ചുപോയ മനുഷ്യനാണ്. ഇതിൽ വലിയ വലിയ തെറ്റൊന്നും കാണൂല, ചെറുത് ചെറുത് മാത്രം. സ്വാഭാവികമായിട്ട് അവർക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും. അള്ളാഹു മാലാഖമാരോട് കൽപ്പിക്കും, ഇയാൾ ഈ തെറ്റൊക്കെ ചെയ്തുവെങ്കിലും പിന്നെ തൗബ ചെയ്ത് മടങ്ങിയ ആളാണ്, ഈ തെറ്റിന് പകരം നന്മ അവർക്ക് നൽകണം. ഇത് കേൾക്കുന്നതോടുകൂടെ മനുഷ്യരൊക്കെ കൂടെ പടച്ചോനെ ഇതൊന്നുമല്ലട്ടോ എൻ്റെ തെറ്റ്, കുറേ എഴുതിയ ആൾക്ക് വിട്ടുപോയിട്ടുണ്ട്, വേറെ എത്ര ഉണ്ടെന്ന് അറിയാവോ എന്നും ചോദിച്ച് അള്ളാഹുവിനോട് തെറ്റ് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. അപ്പോഴാണ് റസൂൽ ചിരിക്കണത് സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യൻ്റെ സ്വാർത്ഥത ഓർത്തിട്ട് മിണ്ടാണ്ടിരിക്കുകയായിരുന്നു സ്വകാര്യമായിട്ട്, കാരണം ഇതൊന്നും ലിസ്റ്റിലില്ലല്ലോ എന്ന് കരുതിയിട്ട്. പക്ഷേ ചെയ്തതിൻ്റെ നല്ല പ്രതിഫലം കിട്ടണമെന്ന് വന്നപ്പോൾ ഇതൊന്നും അല്ലട്ടോ, എൻ്റെ തീറ്റ അങ്ങനെയൊന്നുമല്ല, മൗലൂദിനൊപ്പം വരണം എന്ന് പറഞ്ഞൊരു ചങ്ങാതി. അപ്പം കാണാമെന്ന്. മൗലൂദിനൊപ്പം വന്നാൽ ആരാൻ്റെ വീട്ടിൽ നിന്നാണല്ലോ, അപ്പം കാണാമെന്ന്. ഇതേപോലെയാണ് ഇവർ, ഇതൊന്നും അല്ലട്ടോ എൻ്റെ തെറ്റ്, ധാരാളം ഇനിയുണ്ട് എന്ന് പറയാം, കാരണം പകരം കിട്ടാൻ നിൽക്കുകയാണ്. ഈ ഹദീസ് ഉദ്ധരിച്ച് ഇബ്നു കസീർ പറയുന്നുണ്ട്, ഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. തൗബ ചെയ്യുന്നവർക്ക്, ഞാനതിൻ്റെ മുകളിൽ മുതൽ ഉദ്ധരിക്കാതിരിക്കുകയാണ്, തൗബയാണ് അവിടെ പറയണത്. എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലാമൻ താബ വ ആമന വ അമില അമലൻ സ്വാലിഹാ. ആരാണ് തൗബ ചെയ്യുന്നത്, ഭാവി കാലത്ത് നല്ലവരായി ജീവിക്കണത്? ആ ആളുകൾക്ക് ഈ തിന്മകളെയെല്ലാം അള്ളാഹു നന്മയാക്കി കൊടുക്കുന്നു. അപ്പം തൗബയെക്കുറിച്ച് ഖുർആൻ വല്ലാതെ നമ്മളോട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് തെറ്റ് ചെയ്യാത്തവർ എന്നല്ല, മുത്തഖീങ്ങൾ അവിടെ കണക്കെടുപ്പ് നടത്തുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, തഖ്വയുടെ പൂർണ്ണ രൂപത്തിലേക്കൊക്കെ എത്തുമ്പോൾ തെറ്റ് ചെയ്യാന്നുള്ളതിനപ്പുറം അള്ളാഹു അല്ലാത്തൊരു വിചാരം പോലും ഉണ്ടാവില്ല എന്ന്. പക്ഷെ നമ്മളെപ്പോലത്തെ സാധാരണക്കാരെ പരിഗണിച്ച് അള്ളാഹു പറയുന്ന തഖ്വയുടെ രൂപം സൂറത്ത് ആൽ ഇംറാനിൽ ഇങ്ങനെയാണ്: തെറ്റൊക്കെ വന്നേക്കും, പക്ഷേ പിന്നീട് ഒരിക്കലും മടങ്ങാത്ത വിധം നെടും ഖേദത്തിലാവും, അതിൽ നിന്ന് സമ്പൂർണ്ണമായി മാറി നിൽക്കും.